ഫ്രണ്ട്സ്, ശാന്തിമുരുകനാണ്. അതിതേ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതൊരു പന്നിയാണ്. ചത്ത പന്നീനെ ഇവിടെ ആളുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഇത് ആരോ ഇട്ടതെന്ന് നമുക്കറിയില്ല. ആരോ കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. മണം കൊണ്ട് നമുക്കിവിടെ ഒന്നും ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ചോദിക്കുക, ഈ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന്. സഹിച്ചിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് മണമൊക്കെ ഇത്തിരി ഒന്ന് ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടോ, അർത്തിങ്കൽ ബൈപ്പാസിൻ്റെ, ചേർത്തല അർത്തിങ്കൽ ബൈപ്പാസിൻ്റെ സൈഡിലാണ് ഈ പന്നീനെ കൊണ്ടിട്ടിരിക്കുന്നത്. അതിലേറെ രസമെന്ന് പറഞ്ഞാൽ ഈ ഭാഗം മുഴുവനും വേസ്റ്റിൻ്റെ കൂനയാണ്. നമ്മൾ എത്രയൊക്കെ ഇവിടെ വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും ശരി, പിന്നെ അവിടെ വൃത്തിയാക്കി ഇട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് പോലും വേസ്റ്റ് ഇടാനായിട്ട് യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ്. ഇതിൻ്റെ സൈഡിലാണ് എൻ്റെ ലോട്ടറിയുടെ തട്ടിരിക്കുന്നത്. കണ്ടോ, ലോട്ടറിയുടെ തട്ടാണ് എൻ്റെതാണ് ഇത് പൊന്നു ലക്കി സെൻറ്റർ. ഇനി ഈ കടയെന്ന് പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരു അച്ഛനും മോനും കൂടെ ചെറുകടികൾ, പിന്നെ പഴംപൊരി, മുളക് ബജ്ജി അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അവരുടെ കടയിലാണ് ഞാൻ എൻ്റെ ഈ തട്ടൊക്കെ വെക്കുന്നത്. കാരണം സേഫായിട്ട് അവിടെ നമ്മൾ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഞാനിവിടെ ഇരിക്കാറുള്ളൂ. പക്ഷേ എന്തായാലും ശരി, ഇത് കണ്ടോ, മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരാണ് ഇവർ, പാവങ്ങൾ. അവർ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ കുഴിയെടുത്തിട്ട് ഈ പന്നീനെ മറവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ വേറെ ഒരു വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല. ഇപ്പം നമ്മൾ ഹരിതകർമ്മസേന നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നമ്മൾ നല്ലതായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക് കവറോട് കൊടുക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഒരു എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം. പക്ഷേ ഇവരെ പോലെയുള്ള ഈ ചേട്ടന്മാർക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ സാർമാർക്കൊക്കെ നമ്മൾ എന്താണ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. അവർക്ക് കിട്ടുന്ന ആ മാസ ശമ്പളം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും റോഡിൽ കിടക്കുന്ന അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഈ ഇതേപോലെ തന്നെ ഓരോ മൃഗങ്ങളെ ചത്ത വേസ്റ്റുകളും അല്ലെങ്കിൽ കോഴി, അതെന്താണെന്നുണ്ടെങ്കിലും അതെല്ലാം അവർ വളരെ നല്ല മനസ്സോടുകൂടി വന്നിട്ടാണ് അതെല്ലാം കുഴിവെട്ടി മൂടുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു അപ്രീഷിയേറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്, നല്ലൊരു അഭിനന്ദനം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞാൽ അതെ ഇപ്പോൾ അവർ കുഴിവെട്ടിയിട്ട് ഇതേ മൂടാൻ വേണ്ടി പോവുകയാണ്. ഉണ്ട് പാവങ്ങൾ. അല്ല, അവരുടെ അവസ്ഥ സത്യത്തിൽ പറഞ്ഞ ഒരു സങ്കടം തോന്നും കേട്ടോ. കാരണം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ വീട്ടിലൊരു സാധനം ചത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് പറ്റത്തില്ല. അപ്പോൾ ആ സ്ഥാനത്താണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചോണം. ഇവർക്ക് ഇതിനൊന്നും അഡീഷണൽ ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ ചെയ്യുന്നതിനല്ലേ മാസ ശമ്പളം കൊടുക്കുന്നത്? അതിൽ കാര്യമൊന്നുമില്ല. ഈ ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ കഴുകിയ പ്ലാസ്റ്റിക്കുകളും കവറുകളും ഒക്കെ അല്ലേ കൊടുക്കുന്നത്, അഡീഷണൽ പൈസയും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തെന്നാ കൊടുക്കുന്നത്? അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റൊക്കെ അവരവരുടെ വീട്ടിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സുരക്ഷിതത്വം തുടങ്ങുന്നു, അല്ലെങ്കിൽ ശുചീകരണം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഹരിതകർമ്മസേന അടക്കമുള്ള ആളുകളെ നമ്മൾ ഇതിനകത്ത് നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ, ഇന്നും വേസ്റ്റുകൾ മുഴുവനും ഇതേപോലെ റോഡിലാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതേപോലെ തന്നെ ഈ പിന്നെ എന്താ പറയണ്ട, കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അടുത്ത് ഇരിക്കണ്ടേ. നമ്മളൊരു സ്ഥാപനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും നല്ലതായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ പൈസ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് ഇന്നും ഇതേപോലെ തന്നെ വേസ്റ്റ് കൊണ്ടിടുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. അല്ല, കുറച്ചൊരു വിഷമത്തോടും കുറച്ച് ബുദ്ധിമുട്ടോടും കൂടിയാണ് ഇക്കാര്യം ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഇനി ഇതിനകത്തൊരു വിമർശനം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും ഒരു തർക്കത്തോടു കൂടി ഞാൻ പറഞ്ഞതല്ല. നമ്മളിതൊക്കെ കാണുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.